വിശുദ്ധമായ നാമം രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈൻ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ക്രമമായി പഠിക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായി, താല്പര്യത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് വാസ്തവത്തിൽ നമ്മെ ഈ ലോകത്തിൽ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ഉള്ളിൽ പകരുന്നത് തടയാനായി പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ അതിനെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ ദൈവശക്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ പിശാച് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് തകർത്ത് കളയാൻ പല ഉപാധികളാണ് കൊണ്ടുവരുന്നത്. ഞാനൊരു ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ പിശാചിന് ഒരു ഉപാധി മാത്രമല്ല ദൈവജനത്തെ തകർക്കാനായിട്ട് കാലാകാലങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ പിശാച് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം, ക്രിസ്ത്യാനികൾ ലോകത്തിൽ ഉടലെടുത്ത് അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ ശക്തമായി അപ്പോസ്തലന്മാർ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി വീരോടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ചാകാൻ വേണേ റെഡിയാണ്. അവർ വളരെ വീരോടെ ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുന്ന അപ്പോസ്തലന്മാരെ നമുക്കറിയാം. അപ്പം പിശാച് നോക്കുമ്പോൾ ഇവരൊക്കെ വളരെ സ്ട്രോങ് ആണ്. ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ അടുക്കൽ നിന്ന്, കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ്. അപ്പം അവരെ തകർക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. അപ്പം അവരെ ഇല്ലാതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ മാർഗത്തെ ഇല്ലാതാക്കണമെങ്കിൽ പിശാച് പയറ്റിയ ഏറ്റവും വലിയൊരു തന്ത്രമായിരുന്നു ഇവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കുക. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരെയും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചു പോയത്, അല്ലെങ്കിൽ രക്തസാക്ഷികളാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പിശാച് നോക്കിയപ്പോൾ ഓരോരുത്തരെ ഇല്ലാതാക്കിയാൽ ഈ ആത്മീയ മുന്നേറ്റത്തെ തടയാം എന്ന് പിശാച് കരുതിയെങ്കിലും പിശാചിന്റെ തന്ത്രം പാളിപ്പോയി. രക്തസാക്ഷികൾ സഭയുടെ വിത്താകുകയാണെന്നാണ് ഒരു സഭാപിതാവ് പറയുന്നത്. രക്തസാക്ഷികൾ എന്ന് പറയുന്നത് എത്ര രക്തസാക്ഷികൾ ഉണ്ടാകുന്നു, അതെല്ലാം സഭയ്ക്ക് വിത്തായി മാറുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആളുകളെ കൊന്നതുകൊണ്ട് ഈ ദൈവിക മുന്നേറ്റത്തെ തടയാമെന്ന് പിശാച് ചിന്തിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ കാലഘട്ടം മുമ്പോട്ട് നീങ്ങി ഏകദേശം AD 300 കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി കൊന്നു കൊടുക്കിയോണ്ട് ഈ ദൈവിക മുന്നേറ്റത്തെ തടയാൻ കഴിയത്തില്ല. അതുകൊണ്ട് സഭയിലേക്ക് ദുരുപദേശങ്ങൾ ധാരാളമായി, ഞാനതിനെ വിശദീകരിക്കുന്നില്ല, സഭയിലേക്ക് ധാരാളം ദുരുപദേശങ്ങളെ അയക്കാനായിട്ട് തുടങ്ങി. AD 300 നമ്മൾ ഇന്ന് കാണുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വിഭാഗീയതകളൊക്കെ കാണുകയും ക്രൈസ്തവ സമൂഹം തന്നെ വിവിധങ്ങളായ ഉപദേശ ശാഖകളിലൂടെ തിരിഞ്ഞ് പ്രത്യേകമായ നിലകളിൽ പോകാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഇന്ന് ഞങ്ങൾ നമ്മുടെ ചാപ്ലൈനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഇങ്ങനെ പല പല ശാഖകളായിട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ശരിയാണ്, നമ്മൾ AD 300 ശേഷം ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടന്നു വരികയും ഉപദേശത്തിൽ നിലനിൽക്കാൻ കഴിയാതെ ആളുകൾ വിവിധ ഉപദേശങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. സാത്താൻ സഭയെ തകർക്കാനായി ദുരുപദേശത്തെ സഭയ്ക്കകത്തേക്ക് അയക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദുരുപദേശത്തെ അയക്കുമ്പോൾ സഭകൾ പല നിലകളിലേക്ക് ചിന്ന ഭിന്നമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഒരു ശേഷിപ്പിനെ ദൈവം എപ്പോഴും അവിടെ ഒരുക്കിയിരുന്നു. യഥാർത്ഥ വചനത്തെ, സത്യമായ വചനത്തെ വിശ്വസിക്കുന്ന ഒരു ശേഷിപ്പിനെ ദൈവം ഒരുക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ദുരുപദേശ സഭയിലേക്ക് അയച്ചു എങ്കിൽ കൂടിയും എന്ത് സംഭവിച്ചില്ല, അവിടെ സഭ തകർക്കപ്പെട്ടില്ല. സഭ ഒരു ശേഷിപ്പ് വളരെ ശക്തമായ അതിൻ്റെ ജൈത്യയാത്ര, അതിൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കാലഘട്ടം മാറി, ദുരുപദേശങ്ങൾ കൊണ്ട് സാധിക്കാതെ വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും സാത്താൻ വിവിധ നിലകളിലുള്ള പരീക്ഷണങ്ങൾ, വിവിധ നിലകളിലുള്ള വെപ്പൺസ് ആണ് സഭയെ തകർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ കാലഘട്ടം കഴിഞ്ഞ് ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വർത്തമാന കാലത്ത് വന്ന് നിൽക്കുമ്പോൾ, പിശാച് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആയുധം എന്ന് പറയുന്നത്
പീഡനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദുരുപദേശമുണ്ട്, പീഡനങ്ങളുണ്ട്, ആളുകൾ രക്തസാക്ഷികളായി മരിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ അനേകയിടങ്ങളിൽ ആളുകളെ ഉപദ്രവിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. അതൊക്കെ സംഭവം, അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ദ പ്രൈമറി വെപ്പൺ, പിശാചിന്റെ ഏറ്റവും പരമപ്രധാനമായ പ്രൈമറി വെപ്പൺ എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ മുൻപാകെ വിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കി കളയുക. ദൈവവചനത്തിന് മുമ്പാകെ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ആരും പോകരുത്. കാരണം ഇത് ആഴത്തിൽ ഗ്രഹിച്ചാൽ ആൾ രക്ഷപ്പെടും. ആളുകൾ മാനസാന്തരം ഉണ്ടാകും, രൂപാന്തരം ഉണ്ടാകും, ആളുകൾ ഒത്തിരി വ്യത്യാസപ്പെടും, ഉണർവുണ്ടാകും, ആളുകളിൽ മാറ്റമുണ്ടാകും. ഇതെല്ലാം സംഭവിക്കും ഈ ദൈവവചനം ഹൃദയത്തിൽ യഥാർത്ഥമായി ക്രിയ ചെയ്ത്. അതുകൊണ്ട് അത് സംഭവിക്കരുത്. അത് സംഭവിക്കരുത് എന്നതുകൊണ്ട് തന്നെ പിശാച് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് തടയും. നമുക്കറിയാം, നമ്മുടെയൊക്കെ സമൂഹത്തിൽ തന്നെ ദൈവവചനം വളരെ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ദൈവവചനം ഹൃദയംഗമായി ഏറ്റെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പലപ്പോഴും നമ്മുടെ ആത്മീയ തലങ്ങൾ മാറുന്നില്ല. നമ്മളൊരു സഭായോഗത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കോ വരുന്നു, നമ്മളൊരു പ്രസംഗം കേൾക്കുന്നു, അതൊരു റിച്വല് പോലെ, അതൊരു ചടങ്ങ് പോലെ നമ്മൾ അതിൽ സംബന്ധിക്കുന്നു, കേൾക്കുന്നു, തീരുന്നു. എന്നാൽ ഈ ദൈവവചനം ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ രൂപാന്തരം, അതിൻ്റെതായ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിക്കാത്തിടത്തോളം കാലം ഈ ദൈവവചനം ഒന്നും നമ്മളിൽ ക്രിയ ചെയ്യുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഒരു പാസ്റ്ററിനോ അല്ലെങ്കിൽ ഒരാൾക്കോ ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കേണ്ടത്, അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളത് റിസീവ് ചെയ്ത്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മളതിനെ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ വചനത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവവചന പഠനം നമ്മുടെ എല്ലാവരുടെയും ഒരു തപസ്സായി മാറേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവവചനം നമ്മെ ശക്തീകരിക്കേണ്ട ഒരു മണ്ഡലമാണ്. ആ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, ആമുഖം എന്ന നിലയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം, നമ്മൾ ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് ഒരു എക്സോർട്ടേഷൻ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു വാക്യമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം വന്നതാണ്. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് 2-ാം അധ്യായം 2 തിമോത്തിയോസ് 2:15 ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ശ്രദ്ധിച്ചോ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ഇടങ്ങളിൽ സത്യവചനം യഥാർത്ഥമല്ലാതെ പ്രസംഗിക്കുന്നുണ്ട്. സത്യവചനം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നമ്മുടെ ഇടയിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തിമോത്തിയോസിനോട് പൗലോസ് വളരെ കെയർഫുള്ളി പറയുന്ന ഒരു കാര്യമാണ് സത്യവചനത്തെ യഥാർത്ഥമായി. അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞ ബി ഡെലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് to God as a workman who does not need to be ashamed, accurately handling the word. Thank you. Accurately handling the word, അല്ലെങ്കിൽ rightly dividing the word of truth. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ദൈവവചനം ബൈബിൾ ക്ലാസ് ഒക്കെ നമ്മൾ വെക്കുന്നതും പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വാസ്തവത്തിൽ ദൈവവചനം യഥാർത്ഥമായി കൈകാര്യം ചെയ്യണം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇതൊരു തീയാണ്, ഇതൊരു വലിയ ഒരു ആയുധമാണ്. ഇത് നമുക്കറിയാം, പിച്ചാത്തിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഒരു കോഷൻ എഴുതിയിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചത് ഉപയോഗിക്കണം, കുട്ടികളുടെ കൊടുക്കരുത്, അല്ലെങ്കിൽ വളരെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നത് പോലെ ദൈവവചനം അതൊരു വലിയ ശക്തിയുള്ള സംഗതിയാണ്. അതിനെ നമ്മൾ ശരിക്കും വളരെ ഹൃദ്യമായി, വളരെ ക്രിയാത്മകമായി, വളരെ ഗൗരവത്തോടെ അതിൻ്റെതായ നിലയിൽ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ യഥാർത്ഥമായി കൈകാര്യം ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ റൈറ്റ്ലി ഡിവൈഡിങ് എന്നുള്ള കാര്യം വിട്ടുപോയിട്ട് നമുക്ക് തോന്നിയ രീതിയിൽ അതെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും.
അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ദൈവവചനം വളരെ കൃത്യമായി പഠിക്കാനായിട്ട് ഇടയായി തീരണം. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഈ രാത്രികാലം നമ്മുടെ മുമ്പിൽ അധികം സമയമൊന്നുമില്ല, അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈബിൾ പോർഷനോ തീമോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ എന്തൊക്കെ ആ നിലയിൽ സംസാരിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ക്ലാസ് അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് എങ്ങനെ വാസ്തവത്തിൽ ദൈവവചനം വളരെ കൃത്യമായി പഠിക്കാൻ കഴിയും, അതിനുള്ള ചില ഗൈഡ് ലൈൻസ് മാത്രം. എനിക്ക് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ വളരെ ഈ കാര്യത്തിലൊക്കെ അറിവും പ്രാവീണ്യവും ഉള്ളവരാണ്. എന്നാൽ കൂടി ദൈവവചനം എങ്ങനെ നമുക്ക് ക്രിയാത്മകമായി നമ്മുടെ ഹൃദയത്തിൽ പഠിക്കാനും ഗ്രഹിക്കാനും ഇടയായി തീരട്ടെ എന്നുള്ള ഒരു ഇൻട്രഡക്ടറി കാര്യം മാത്രമാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ടു സ്റ്റഡി ബൈബിൾ ഇൻ ഇറ്റ്സ് വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വചനം എങ്ങനെ വളരെ കൃത്യമായി പഠിക്കാം. ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഫ്ലയർ ഒക്കെ ഷെയർ ചെയ്തപ്പോഴും അത് തന്നെ പറഞ്ഞിരുന്നു, ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ ഇൻ ഇറ്റ്സ് വർത്ത്. അപ്പം ബേസിക്കലി നമ്മൾ ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. ബൈബിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവവചനം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. സോ ദി വെരി ഇമ്പോർട്ടൻസ് ഓഫ് ദി ബൈബിൾ. നമ്മൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവത്തിന്റെ വചനം. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് റെവലേഷൻ ഗിവൺ ടു എ ഹ്യൂമൻ ബീയിങ്. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന് നൽകിയതാണ്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ എ ഹ്യൂമൻ. ഒരു മനുഷ്യനാലാണ് ഇത് എഴുതപ്പെട്ടത്. എന്നാൽ ഇതിന്റെ പിന്നിലെ ഇൻസ്പിറേഷൻ, അതിന്റെ പിന്നിലെ വെളിപ്പാട് അത് ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്നെക്കുറിച്ച് എന്ത് ചെയ്തു? വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ആ വെളിപ്പെട്ട് വന്ന ദൈവിക വെളിപ്പാടിനെ മനുഷ്യർ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ബൈബിളായിട്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുതിയ പാസ്റ്ററിനെ അല്ലെങ്കിൽ ദൈവം നിയോഗിച്ച് നിങ്ങളുടെ നടുവിലാക്കിയിരിക്കുന്നു. ഒരാഴ്ച കൊണ്ടുള്ള എന്നെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഒരു പക്ഷേ, അല്ലെങ്കിൽ 2-3 ദിവസമായിട്ടുള്ള 2-3 ദിവസങ്ങൾ കൊണ്ടുള്ള അറിവ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുണ്ടായി. ഹൗ? ഞാൻ എന്തൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നിലൂടെ എന്തൊക്കെ വെളിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് വെച്ചാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ എന്നെ അറിയാവുന്ന, എന്നെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ വൈഫ്. ഇപ്പോൾ എൻ്റെ വൈഫിന് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാം. അപ്പം എത്രമാത്രം ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ആ വെളിപ്പാടാണ് എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ എത്രമാത്രം എന്നെ റിവീൽ ചെയ്തിട്ടുണ്ടോ ആ റെവലേഷനാണ് മറ്റൊരാൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കി. എന്നതുപോലെ ദൈവത്തിന്റെ എല്ലാം എക്സിസ്റ്റൻസ്, അതിൻ്റെ ആ പൂർണ്ണത, അതിൻ്റെ ആ ഫുൾനെസ്, അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം അപൂർണമാവും. കാരണം ദൈവത്തിന്റെ ആ ഫുൾനെസ് ഒരിക്കലും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, സത്യത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, വലിയൊരു കടലിന്റെ തീരത്ത് പോയിട്ട് ഒരു കൈക്കുമ്പിളിൽ നമ്മൾ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ദി എൻറ്റയർ ഓഷ്യൻ നമ്മുടെ ആ കൈക്കുമ്പിളിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് എ വെരി 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 ഫ്രാക്ഷൻ, ഒരു ടൈനി ഫ്രാക്ഷൻ ആണ് ആ കടലിന്റെ ഏറ്റവും ഒരു ചെറിയ അംശമാണ് നമ്മുടെ കയ്യിലേക്ക് നമ്മളിങ്ങനെ കോരിയെടുത്തിരിക്കുന്നത്. വി കനോട്ട് ക്ലെയിം ദാറ്റ് ദി എൻറ്റയർ ഓഷ്യൻ ഈസ് ഇൻ മൈ ഹാൻഡ് എന്ന് പറയുന്നത്. അത് അനന്ത വിഹായസം പോലെ അതിങ്ങനെ വീണ്ടും കിടക്കുകയാണ്, പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആ വലിയ അറിവ്, ആ ടോട്ടാലിറ്റി, അത് ഒരിക്കൽ പോലും മനുഷ്യർക്ക് മുഴുവനായി വെളിപ്പെടുത്തിയിട്ടില്ല ദൈവം. അതുകൊണ്ടാണ് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പല ഡിബേറ്റുകൾക്കൊക്കെ മുന്നിൽ പോകും. അപ്പം ഇതൊക്കെ ഒരു വലിയ അസ്ഥാനത്താകുന്നതിന്റെ കാരണം ദൈവത്തെ കുറിച്ച് മനുഷ്യന് ഇതുവരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം സെൽഫായിട്ട് തന്നെത്താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ആ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനോട് അറിയിച്ചിട്ടുണ്ട്, മനുഷ്യൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ദൈവത്തെ മനസ്സിലാക്കാനും വചനത്തെ മനസ്സിലാക്കാനും നാം ശ്രമിക്കുമ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈബിൾ ഈസ്, ഞാൻ പറഞ്ഞു വരുന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹ്യൂമൻ ബീങ് ബട്ട് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ഇമ്പോർട്ടൻസ് ഓഫ് ബൈബിൾ, ഹൂ റോട്ട് ദ ബൈബിൾ? ആരാണ് ബൈബിൾ എഴുതിയത്? മനുഷ്യനാണ് എഴുതിയത്. ബട്ട് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. 2 പത്രോസ് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ
21 വാക്യം ഇങ്ങനെ വായിക്കുന്നത്: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ ഒരു മീഡിയമായി ഉപയോഗിച്ചെങ്കിലും ഇത് മനുഷ്യൻ്റെതല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെതാണ്. ഇത് മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്ന് വന്നതല്ല, മറിച്ച് ഇത് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ ദൈവകൽപ്പനയാൽ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ മനുഷ്യന് അതിനകത്തൊരു ഒരു ഇടപെടലുണ്ട്, എന്നാൽ അത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്ന്. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ ലേഖനം 3-ാമധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് തന്നെ, ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഗിവൺ ബൈ ദ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. സകല തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. എല്ലാ വചനവും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതാണ്. ബട്ട് ഒരു മീഡിയമായിട്ട് മനുഷ്യരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ദ ഫസ്റ്റ് തിങ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബൈബിൾ. ദ സെക്കൻഡ് തിങ് ഈസ് റിഗാർഡിങ് ദി പർപ്പസ് ഓഫ് ദി ബൈബിൾ. പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ്, ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഗോഡ്സ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മാൻകൈൻഡ്. ഇറ്റ്സ് എ ഗോഡ്സ് സ്പോക്കൺ വേർഡ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ വിഷയത്തിനും ഒരു ആൻസർ കൊടുക്കാൻ വേണ്ടി ആണെന്ന് നമ്മൾ ധരിക്കരുത്. നമ്മുടെ ഇടയിൽ ഒരു പ്രവണതയുണ്ട്, എന്ത് ഒരു ഡിസ്പ്യൂട്ട് വന്നാലും എന്തൊരു കാര്യം വന്നാലും ബൈബിളിൽ അതുണ്ടോ ഇല്ലയോ നമ്മൾ അന്വേഷിക്കാൻ ഓടിച്ചെല്ലും. പല കാര്യങ്ങൾ ഞാൻ സാധാരണ ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ലോകത്തിലെ സകല ചോദ്യങ്ങളുടെയും ഉത്തരം തരിക എന്നുള്ളതല്ല ബൈബിളിന്റെ പർപ്പസ്. ലോകത്തിലെ സകല ചോദ്യങ്ങൾക്കും മറുപടി തരാനുള്ള ഒരു ഉപാധിയല്ല ബൈബിൾ. ബൈബിളിനൊരു പർപ്പസ് ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പം വെള്ളയുടുപ്പിടണോ, അല്ലെങ്കിൽ അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഡിസ്പ്യൂട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ബൈബിളിൽ എവിടെ, ബൈബിളിൽ തെളിയുന്നത്, ബൈബിളിൽ ഒരു വാക്യമുണ്ടോ, അങ്ങനെ ബൈബിളിൽ അങ്ങനെ ഒരു എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ബൈബിൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള എന്നല്ല ബൈബിൾ. ബൈബിൾ എന്ന് പറയുന്നത് ദ റെക്കോർഡ്സ് ഓഫ് സ്റ്റോറി ഓഫ് ഗോഡ്സ് സാൽവേഷൻ പ്ലാൻ. ദൈവത്തിന് മനുഷ്യരെ രക്ഷിക്കാനായി, മനുഷ്യരെ വീണ്ടെടുക്കാനായി, മനുഷ്യർക്ക് വീണ്ടെടുപ്പ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ, സാൽവേഷൻ പ്ലാൻ, വീണ്ടെടുപ്പിന്റെ മാർഗമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു നോക്കിയാൽ എല്ലായിടത്തും ഒരു അണ്ടർലൈനിങ് അല്ലെങ്കിൽ ഒരു ത്രെഡ് പോലെ പോകുന്ന ഒരു സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നു. അത് വിവിധ തലങ്ങളിൽ, പാപത്തിന്റെ അഗാധകൂപത്തിൽ കിടന്ന, അല്ലെങ്കിൽ പാപം ചെയ്ത്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്ത് എവിടെയൊക്കെ ആളുകൾ വീണിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം, ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാലും ഈ പ്രവാചക പുസ്തകങ്ങളിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ദ റിഡംപ്റ്റീവ് പ്ലാൻ, എങ്ങനെ രക്ഷിക്കാം മനുഷ്യരെ, എങ്ങനെ അവരുടെ പാപത്തിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് വിടുവിക്കാം, അവരെ എങ്ങനെ അതിൽ നിന്ന് കരകയറ്റാം. അപ്പോൾ ബൈബിൾ മുഴുവൻ ഉടനീളം പ്രതിപാദിക്കുന്ന ഒരു മേജർ തീം എന്ന് പറയുന്നത് രക്ഷ. നമുക്ക് രക്ഷപ്പെടാനുള്ള, വീണ്ടെടുപ്പ് പ്രാപിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതാണ് അതിന്റെ മേജർ. അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ ദ മേജർ തീം എന്ന് പറയുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന് സഹായകരമാകുന്ന വിശുദ്ധ ജീവിതം, സഭാതലം, സഭാജീവിതം, ആത്മീയം, അങ്ങനെ പല കാര്യങ്ങളെല്ലാം അതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. യോഹന്നാന്റെ സുവിശേഷം 20:30-31. But this are written that you may believe that Jesus is the Christ, the Son of God, and that by believing you may have life in his name. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് വീണ്ടെടുപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ചരിത്രങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുഴുവൻ വായിച്ചു നോക്കുമ്പോഴും the major idea is redemption. അപ്പോൾ അതാണ് ബൈബിളിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ ബൈബിൾ പഠിക്കുമ്പോഴും നമ്മൾ ആ മെസ്സേജിനെ
കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ബൈബിളിലെ സാൽവേഷൻ, റിഡംഷൻ അല്ലെങ്കിൽ രക്ഷ എന്നുള്ള വിഷയത്തിന് കണക്ട് ചെയ്യുന്ന ഉദോത്ബലകമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ബാക്കിയെല്ലാം. അപ്പോൾ ബൈബിൾ ഒരു എൻസൈക്ലോപീഡിയ എന്ന് കരുതുന്നത് അബദ്ധമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ചോദ്യത്തിനും മറുപടി എന്ന് ബൈബിളിൽ കാണുന്നത്, ഞാൻ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പലരും എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, പാസ്റ്ററുകളെ അല്ലെങ്കിൽ സാറേ ഓൾഡ് എർത്ത് ആണോ യങ് എർത്ത് ആണോ? പലരും നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ചോദിക്കുന്നതാണ്, ബൈബിള് വിശ്വസിക്കുന്നത് എന്താണ്? ഭൂമി എന്ന് പറയുന്നത് ഇപ്പം ഡിനോസറും ഫോസിൽസും ഇതൊക്കെയുള്ള വളരെ സയന്റിഫിക് ആയിട്ട് ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ലോകത്തിന് എത്ര നാളത്തെ പഴക്കമുണ്ട്? അതോ ബൈബിൾ പറയുന്ന പോലെ ഷോർട്ട് ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ? ഇതൊക്കെ ചോദ്യങ്ങൾ പലതും ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതല്ല ബൈബിളിന്റെ ഉദ്ദേശം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഈ അന്ത്യനാളിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇൻ എൻഡ് ടൈംസ് സ്റ്റാർസ് വിൽ ഫോൾ. ആകാശത്ത് നക്ഷത്രങ്ങൾ പതിക്കുന്നു. ശാസ്ത്രം വിശ്വസിക്കുന്ന, ശാസ്ത്രം അറിയാവുന്ന നമുക്കറിയാം, ഭൂമിയുടെ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു 10 ഇരട്ടിയോ അതിനപ്പുറത്ത് വലിപ്പമുള്ളതാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. സോ ഒരു നക്ഷത്രത്തിന് നമ്മുടെ ഭൂമിയെ ബിയർ ചെയ്യാൻ അല്ലെങ്കിൽ താങ്ങാനുള്ള ഒരു നക്ഷത്രം വന്ന് വീണാൽ ഭൂമിക്ക് ആ നക്ഷത്രത്തെ താങ്ങാനുള്ള ശേഷിയില്ല. സോ നമ്മൾ അപ്പം യോഹന്നാൻ കണ്ടതൊക്കെ തെറ്റിപ്പോയോ എന്ന് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ യോഹന്നാൻ അതെന്താ തെറ്റായി തോന്നിയാണ് നക്ഷത്രങ്ങൾ. സോ ആ ഒരു കാലഘട്ടത്തിലെ ഈ ആസ്ട്രോളജിയോ ഇതൊന്നും അത്ര വിശാലപ്പെട്ട നിലയിൽ ചിന്തിക്കാത്തൊരു ഹീ കുഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ അതിലത്ത് കിട്ടിയ ദർശനം, ദൈവം കൊടുത്ത വെളിപ്പാട്, ദൈവം അന്നേരം അദ്ദേഹത്തിന് കൊടുത്ത വെളിപ്പാട് അതിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നക്ഷത്രം പതിക്കുന്നതാണ് തോന്നിയത്. സോ ബൈബിളിലെ ഈ ചില ഡിബേറ്റുകൾക്കൊക്കെ ചില ആളുകളൊക്കെ വന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതെങ്ങനെ ശരിയാവുന്ന എന്നൊക്കെ ചോദിക്കും. സോ ബൈബിൾ ഈസ് നോട്ട് ടു ഡിഫെൻഡ് സംതിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഒരു ഉത്തരം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാനോ ഒരു ഡിബേറ്റിന് അതിനെ ഡിഫെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ടൂൾ അല്ല. ബട്ട് ബൈബിൾ ഈസ് പ്രൈമർലി ഡെൽറ്റ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദി മെസ്സേജ് ഓഫ് റിഡംഷൻ. ഒരുവന് രക്ഷ പ്രാപിക്കാനുള്ള, അതിനകത്ത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ, ധൈര്യമായിട്ട് എനിക്ക് പറയാം, ആ രക്ഷയുടെ ദൂതിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല, ആ രക്ഷയുടെ ദൂതിന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, അതിനകത്തൊരു ആശയക്കുഴപ്പമില്ല, അതിനകത്തൊരു മിസ്റ്റേക്കും വന്നില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല അതിനകത്ത്. സോ ബൈബിൾ, ദ പർപ്പസ് ഓഫ് ദ ബൈബിൾ ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് സാൽവേഷൻ. ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ, ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവം സംസാരിക്കാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നൽകുന്നത്. അടുത്തത് തേർഡ്ലി പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഡോക്ട്രിൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്, ഈ ബൈബിൾ പഠിച്ചില്ലെങ്കിൽ, ബൈബിൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ, വി വിൽ കം ടു എ പേഴ്സണൽ ഒപ്പീനിയൻ, വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് വരും. ദാറ്റ് ലീഡ്സ് ടു ഹെറസി. അവിടെയാണ് ദുരുപദേശം വരുന്നത്. ഈ ദുരുപദേശം സഭയിലേക്ക് കടക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അവിടെ ദൈവത്തിന്റെ വചനത്തെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, ദൈവത്തിന്റെ വചനത്തെ മിസ്കോട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ അവിടെ മനുഷ്യന്റെ അഭിപ്രായം അതിനകത്ത് തിരികെ കയറ്റുക. ഒരു വാക്യം വായിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വാക്യം എടുത്തിട്ട്, ഒരു വാക്യം അല്ലെങ്കിൽ അതിന് സഹായം എടുത്ത് അതിനകത്ത് അവരുടെ ഒരു ഇന്റൻഷൻ, മോട്ടീവ് അതിനകത്തോട്ട് ഡോക്ടറിനൈസ് അതിലേക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വാസ്തവത്തിൽ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അവിടേക്ക് വരികയാണ്. അപ്പൊ ബൈബിളിന്റെ പർപ്പസ് നമ്മുടെ എന്തെങ്കിലും ഒരു അജണ്ട, ഒരു ഡോക്ട്രിൻ സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ബൈബിൾ ഒരിക്കലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല. മൂന്നാമതായി, ഇറ്റ് ഈസ് ടു അവോയ്ഡ് മിസ്ഗൈഡഡ് റിലയൻസ് ഓൺ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ പരാജയമാണ്. എന്ത് കാര്യം പറഞ്ഞാലും ആത്മാവ് പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞ് അതിനെ കൂട്ടുപിടിക്കും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ആത്മാവിനെ കൂട്ടുപിടിക്കരുത്. നമുക്ക് തോന്നിയ എന്തെങ്കിലും ഇഷ്ടത്തിന്, നമുക്ക് തോന്നിയ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരത്തിന്, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ ഒരു ചിന്തയ്ക്ക്, നമുക്ക് തോന്നിയ എന്തെങ്കിലും ഒരു ഐഡിയയ്ക്ക് ഇത് ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചതാന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സാങ്ഷൻ ചെയ്യുന്നത് അപകടമാണ്. സോ ആത്മാവ് എല്ലാം വളരെ കൃത്യമായിട്ടുള്ളതേ നൽകത്തുള്ളൂ. ആത്മാവ് തരുന്നത് ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ആത്മാവ് ഒരിക്കലും മനുഷ്യന്റെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നതല്ല. ആത്മാവ് എപ്പോഴും വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമ്മളോട് ഇടപെടുന്നുണ്ട്. അപ്പോൾ
എല്ലാത്തിനും ഒരു മിസ്ഗൈഡ് റിലയൻസ് ഓൺ ഹോളി സ്പിരിറ്റ്, എല്ലാത്തിനെയും ദൈവത്തിന്റെ ആത്മാവാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കാനായിട്ട് ദൈവവചനം അതിനൊരു ഗൈഡൻസ് തരുന്നുണ്ട്, ദൈവവചനം അതിനൊരു ഉപദേശം തരുന്നുണ്ട്, ദൈവവചനം അതിനൊരു മാർഗം കാണിക്കുന്നുണ്ട്, ഒരു 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 ക- ഒരു 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 പാത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാത്തിനെയും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൊണ്ട് നിർത്താതെ ഇതിനെ എല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയാനായിട്ട്, ദൈവത്തിന്റെ വചനം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പർപ്പസ് മേജർലി ഇതൊരു റിഡംപ്റ്റീവ് പ്ലാൻ ദൈവജനത്തിന് നൽകാൻ വേണ്ടിയുള്ള, രണ്ട് വ്യക്തിപരമായ ഡോക്ട്രിൻ ഒന്നും പേഴ്സണൽ ഒപ്പീനിയൻ ഒന്നും കണ്ടെത്താതെ അതൊരു ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് കൃത്യമായി ശരിയായി ഹൃദയങ്ങളിലേക്ക് പകരപ്പെടേണ്ടതുണ്ട്. അടുത്തത് പ്രധാനമായും വൈ ഡു വി ഫൈൻഡ് ഡിഫിക്കൽട്ട് ഇൻ സ്റ്റഡിങ് ദ ബൈബിൾ? പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, എന്തുകൊണ്ടാണ് ബൈബിൾ പഠിക്കുമ്പോൾ ഇത്ര ചലഞ്ചസ് ഉണ്ടാകുന്നത്? രണ്ട്, ഇതൊരു 2000 അല്ലെങ്കിൽ അതിനപ്പുറത്ത് വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു 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 കാര്യമാണ്. ഇതിന് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 100 വർഷം മുമ്പുള്ള പത്രത്തിന്റെ ഒരു പീസ് കിട്ടിയാൽ ഹൗ കുഡ് യു റീഡ് ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ്? അതെങ്ങനെ വായിച്ച് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും? പണ്ട് മനോരമയ്ക്കകത്ത് 100 വർഷം മുമ്പെന്ന് പറഞ്ഞൊരു ചെറിയ വാർത്തയുടെ ഒരു ക്ലിപ്പ് അവിടെ ഇടുമായിരുന്നു. അതായത് അന്നത്തെ ആ ദിവസത്തുനിന്ന് 100 വർഷം മുമ്പ് വന്ന ഒരു വാർത്തയുടെ ഒരു ചെറിയ കട്ടിങ് അവിടെ ജസ്റ്റ് അത് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. 100 വർഷം മുമ്പ് ഇന്ന ദിവസം എഴുതിയ ഒരു വാർത്തയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറുതായിട്ട് കൊടുക്കും. പണ്ട് ഇടയ്ക്ക്, ഇപ്പൊ അത് കാണാറില്ല, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. സോ ഇത് വാസ്തവത്തിൽ എബ്രായ, ഗ്രീക്ക്, അരാമിക് ലാംഗ്വേജിലാണ് ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം വിവിധങ്ങളായ ട്രാൻസ്ലേഷനിലൂടെ ഇത് കടന്നുപോയി നമ്മുടെ കയ്യിൽ നിന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മുടെ കയ്യിൽ ഇതുണ്ട്. എന്നാൽ പല ടെസ്റ്റുകളും തർജ്ജമ ചെയ്യപ്പെടുമ്പോൾ, പലതും ഇങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഒത്തിരി ഡിസ്റ്റോർഷൻസ് ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതൊക്കെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാനായിട്ട് കഴിയും. എബ്രായ ഭാഷയിൽ നിന്ന് ഇത് എബ്രായ ഭാഷയ്ക്ക് തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എബ്രായ ഭാഷ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് വവൽസ് ആണ് എബ്രായ ഭാഷ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ AEIOU എന്ന് പറയുന്നത് നമ്മുടെ വവൽസ് ഇല്ലാത്ത ഒരു ഭാഷയാണ് എബ്രായ ഭാഷ. എന്നാൽ പിന്നത്തേതിൽ ബൈബിളിന് അവർ വവൽസ് കൊടുത്തു. എബ്രായ ഭാഷയ്ക്ക് അവർ വവൽസ് ഇട്ടു. വവൽസ് ഇട്ടപ്പോൾ ചില പദങ്ങൾ മാറിയിട്ടുണ്ട്, ചില അർത്ഥങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ലാംഗ്വേജ് തന്നെ ഒരു പുരാതന ലാംഗ്വേജ്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ ട്രാൻസ്ലേഷൻസ് കഴിഞ്ഞ് ഇന്നും ചില ആളുകൾ ഞങ്ങൾ സത്യവേദ പുസ്തകം, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സത്യവേദ പുസ്തകം അല്ലാതെ ഒരു ബൈബിളും വായിക്കത്തില്ലെന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതാണ് ദ ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ മലയാളത്തിലെ സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റിക്കാർ ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ശഠിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, റൂട്ട് വേർഡ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ അതിന്റെ യഥാർത്ഥമായ റൂട്ട് വേർഡിൽ എന്താണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഇന്ത്യൻ ലീനിയർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വചന വ്യാഖ്യാനങ്ങൾക്കും പഠനങ്ങൾക്കും അത് ഒത്തിരി സഹായകരമാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓർക്കുമ്പോൾ ആശ്രയം ഞങ്ങൾക്ക് ഇവിടെ ഒറിജിനൽ ഗ്രീക്ക്, ഹീബ്രു ഒന്നും ഞങ്ങളുടെ ഇല്ല. ഇതെല്ലാം ഒറിജിനൽ ടെക്സ്റ്റിന്റെ തനതായ തർജ്ജമയിലുള്ള ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെ വായിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അയ്യോ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയല്ല, അതിനൊത്തിരി വ്യത്യാസങ്ങളുണ്ട്, അതിൽ ആ അർത്ഥത്തിന് ഒത്തിരി വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ രണ്ട്, ഇതിന്റെ കൾച്ചർ നമുക്കറിയാം. ഇതൊരു ഇന്ത്യയിലോ നമ്മുടെ കേരളത്തിലോ മലയാളി കൾച്ചറിൽ എഴുതിയ സാധനമല്ല. ഇത് വന്നിരിക്കുന്നത് ഒരു യഹൂദ, പലസ്തീനിയൻ അല്ലെങ്കിൽ ജൂയിഷ് കോണ്ടെസ്റ്റിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെസ്റ്റിൽ അവിടെ അവരുടെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവമാണ് അവരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവരുടെ ഹൃദയങ്ങളോട് ക്രിയ ചെയ്യുന്നത്. അങ്ങനെ ക്രിയ ചെയ്യുമ്പോൾ മനുഷ്യൻ അവരുടെ ഭാഷ ഉപയോഗിക്കുന്നു. ഇത് ഹിന്ദിയിലോ മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഇത് എഴുതിയില്ല, ഇത് എബ്രായ ഭാഷയിൽ എഴുതി. വൈ ടു ചൂസ് എ ഹീബ്രു? കാരണം അത് അവരുടെ ഭാഷയാണ്. അത് അവരുടെ ഭാഷയായതുകൊണ്ട് അത് അവർ ആ ഭാഷയിൽ തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കൾച്ചറലി ഇറ്റ് ഈസ് എംബഡഡ്. ഒത്തിരി കൾച്ചറൽ എലമെന്റ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഒത്തിരി യഹൂദ പാരമ്പര്യം ഇതിനകത്തുണ്ട്.
തിരുവചനം വായിക്കുമ്പോൾ ഒരു അരാമിക് അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചർ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു ഒരു ഗ്രീക്ക് കൾച്ചർ അതിനകത്ത് നമുക്ക് നിഴലിച്ച് കാണുന്നുണ്ട്. സോ ബൈബിൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കൾച്ചറിനെ നമ്മൾ മനസ്സിലാക്കണം. ആ കൾച്ചറിനെ മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ബൈബിൾ വ്യാഖ്യാനവും പഠനത്തെയും നമ്മൾ അത് വളരെ വ്യക്തമായി സ്വാധീനിക്കും. അപ്പോൾ വാസ്തവത്തിൽ പുതിയ നിയമത്തെ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ ദർ ഈസ് എ ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് കൾച്ചർ അവിടെ വളരെ ശക്തമായിട്ട് ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ ആ കൾച്ചറിനെ മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് തിരുവചനം ഈ ഒരു കോണ്ടസ്റ്റിലാണല്ലോ അത് വന്നിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ല. ജോഗ്രഫി ഒരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഭൂപ്രകൃതി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ ചരിത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ എല്ലാം നമ്മുടെ ബൈബിൾ പഠനത്തെ സ്വാധീനിക്കുന്നു. സോ ഞാനിത് ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. ബൈബിൾ പഠനത്തെ സ്വാധീനിക്കുന്ന ചില ഏരിയ ഇവിടെ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ ഉണ്ടെങ്കിൽ, ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ, നമ്മുടെ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ബൈബിൾ ധ്യാനങ്ങൾ, നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാനായിട്ടിടയാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിളിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാലും വെച്ചില്ലേലും എനിക്ക് കുഴപ്പമില്ല, യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ബട്ട് അടുത്തൊരു കാര്യം കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. നമ്മൾ വചനത്തിലേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ വാട്ട് ആർ തിങ്സ്, ഹൗ ടു സ്റ്റഡി ബൈബിൾ. സോ സ്റ്റഡി ബൈബിൾ, നമ്മൾ ബൈബിൾ പഠിക്കാനായിട്ട് ഞാൻ സാധാരണ പറയാറുള്ളത് ഇറ്റ് ഇസ് എൻ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി മെത്തേഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു ക്രമമായിട്ടാണ് നമ്മൾ പലപ്പോഴും പഠിക്കേണ്ടത്. അതിന് 3 കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഇസ് എൻ ഒബ്സർവേഷൻ. 2, ദർ ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ. തേർഡ്ലി, ദർ ഇസ് എൻ ആപ്ലിക്കേഷൻ. 1 ഒബ്സർവേഷൻ, 2 അവിടെ ഒരു വ്യാഖ്യാനമുണ്ട്, 3 അവിടെ ഇത് മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ എനിക്കൊന്ന് ഡോക്ടർ സജു ആണ് പ്രാർത്ഥിച്ചത്. ഇത് പഠിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ടൂടെ കഴിയണം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനത്തിന്റെ പൂർത്തീകരണമാകുന്നത് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകരപ്പെടുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വചന പഠനത്തിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാകും. അപ്പോൾ ഈ 3 മെത്തേഡ് ഞാനൊന്ന് വിശദീകരിച്ചിട്ട് ഞാൻ ആ ഭാഗം നിർത്താനായിട്ട് പോവുകയാണ്. സോ ബൈബിൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ആണ് ഏറ്റവും. നമുക്ക് നമ്മുടെ മുമ്പിൽ തിരുവചനം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്? സോ ഒബ്സർവേഷൻ വാട്ട് യു സീ. നമ്മുടെ മുമ്പിൽ മറ്റൊരു രേഖയില്ല. നമ്മുടെ മുമ്പിൽ ആകെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഭാഷയിൽ നമ്മുടെ മുമ്പിൽ എഴുതപ്പെട്ടതാണ്. സോ നമ്മൾ ദൈവത്തിന്റെ വചനത്തിനോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. ബിക്കോസ് ഇത് എന്താ പറയുന്നത്, ഇത് ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുന്ന വചനമാണ്, നമ്മളോട് ഇടപെടുന്ന വചനമാണ്. നമ്മൾ എന്നാൽ ആ വചനം പഠിക്കണമെങ്കിൽ നമ്മൾ വചനത്തോട് ചോദിക്കാം. വചനത്തോട് എന്തൊക്കെ ചോദിക്കാം? വചനത്തിനോട് നമുക്ക് ചോദിക്കാം, ആരെ കുറിച്ചാണ് ഈ വചനം സംസാരിക്കുന്നത്? ആരാണ്? ഹു ആർ ദീസ് പീപ്പിൾ? ഒരുപക്ഷെ നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ചരിത്രം, ക്രിസ്ത്യാനികളുടെ അനുഭവം, അപ്പോസ്തലന്മാരുടെ കാര്യമാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് വായിക്കുന്നെങ്കിൽ, ഏതെങ്കിലും പ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തോട്, യഹൂദയോടോ ഇസ്രായേലിനോടോ പ്രവചിച്ച പ്രവചനമാണെങ്കിൽ, അപ്പോൾ ആരോടാണ്, അല്ലെങ്കിൽ ആരാണ് ആ ലേഖനങ്ങളിലോ എഴുത്തുകളിലോ അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിലോ തിരുവചനത്തിലോ ഉള്ളത്? അവരിലേക്ക് നമ്മൾ ചെല്ലണം. സോ ഹു ആർ ദീസ് പീപ്പിൾ? ഈ വചനത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേകമായ ഇടങ്ങളിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദെൻ ഹൂ ഡു അതേഴ്സ് ടെൽ അബൌട്ട് ദിസ് പീപ്പിൾ? ഇവരെ കുറിച്ച് മറ്റു പലരും എന്താണ് പറയുന്നത്? ഒരുപക്ഷെ നമ്മളിപ്പോൾ എഫെസ്യ ലേഖനമായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ എബ്രായ ലേഖനമായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനമായിരിക്കും പഠിക്കുന്നത്. സോ തിമോത്തിയോസ് ആരാണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്
തിമോത്തിയോസിനോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ ദൈവത്തിന്റെ വചനം ഓ, ആ, പഠിക്കുമ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് വാസ്തവത്തിൽ ഇതിനകത്തെ പ്രതിപാദ്യ വിഷയങ്ങൾ, ആരെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. നമ്മളപ്പം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കണം: ഹൂ ആർ ദീസ് പീപ്പിൾ? ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്? അല്ലെങ്കിൽ ആ വ്യക്തികളെ കുറിച്ച് എന്താണ് മറ്റിടങ്ങളിൽ പറയുന്നത്? ആ വ്യക്തികൾ ആരാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉത്തരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നു. പിന്നെ വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വാക്യം വായിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവിടെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്? ഇസ് ഇറ്റ് എ പാരബിൾ, ഓർ ഇസ് ഇറ്റ് എ മിറക്കിൾ, ഓർ ഇസ് എ കമാൻഡ്? ദൈവം പറഞ്ഞ ഒരു കമാൻഡാണോ, അതല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തെ കുറിച്ചാണോ പറയുന്നത്? ദൈവം ഒരു ഉപമയാണോ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറയാനായിട്ട് നമുക്ക് കഴിയണം. അത് ചിന്തിക്കുമ്പോഴാണ് എന്താണ് ഇവിടെ നടക്കുന്നത്, വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഒന്ന്, ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിപാദ്യ പുരുഷന്മാരുള്ള, അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. സോ സെക്കൻഡ്ലി, എന്ത് സംഭവമാണ്, എന്താണ് ഇവിടെ വിവരിക്കുന്നത്? അതൊരു ഉപമയാണോ, അതൊരു മിറക്കിളാണോ, ഒരു കമാൻഡാണോ, അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു കാവ്യ നിലയിലുള്ള ആലങ്കാരിക പദങ്ങളാണോ, എന്താണെന്നുള്ളത് അവിടെ നമ്മൾ ചിന്തിക്കണം. 3, ഇത് എവിടെയാണ് സംസാരിച്ചിരിക്കുന്നത്? ഇത് ഏത് പശ്ചാത്തലത്തിലാണ് സംസാരിച്ചത്? വേർ ഈസ് ദ ലൊക്കേഷൻ? എവിടെയാണ് സംഭവിച്ചത്? വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അല്ലെങ്കിൽ വേർ ഈസ് ദിസ് ടേക്കിംഗ് പ്ലേസ്? ഇത് എവിടെയാണ് സംഭവം? ഇപ്പൊ അരോബയ കുന്നിൽ പൗലോസ് അവിടെ അജ്ഞാത ദൈവത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ അത് പഠിക്കണമെങ്കിൽ ഇത് എവിടെ നിന്നാണ് പൗലോസ് പറയുന്നത്? ഏതൻസിൽ ഉള്ള ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ പ്രത്യേക തലത്തിലിരുന്നാണ് പൗലോസ് അജ്ഞാത ദൈവനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ വെച്ച് സംഭവിച്ചു, എവിടെയാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടെങ്കിലാണ് വാസ്തവത്തിൽ ഇത് എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. 3-ാമത്തെ കാര്യം, വാട്ട് ടൈം, വെൻ ദാറ്റ് ഈവന്റ് ഹാപ്പൻഡ്, എന്നാണ് ഇത് സംഭവിച്ചത്. ഞാനൊരു ഉദാഹരണത്തിന് അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 1:35. അവിടെ യേശു പ്രാർത്ഥിക്കാൻ പോയ ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. യേശു അവിടെ പ്രാർത്ഥിക്കാൻ പോയ കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതിരാവിലെ വളരെ ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിപ്പാനായിട്ട് പോയി. നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്ലെയിനായിട്ട് വായിച്ചങ്ങ് നിർത്തി. പക്ഷെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? രാവിലെ ഇരുട്ടുള്ളപ്പോൾ. അതായത് സമയമായിരിക്കും, രാവിലെയാണ് ഇരുട്ടുള്ളപ്പോൾ. സോ ഈ ഡോൺ എന്ന് പറയും, അതായത് നമ്മൾ ചക്രവാളത്തിൽ വെളിച്ചം കാണുന്നുണ്ട്, അല്ലെ വെളിച്ചം കാണുന്നില്ല, പക്ഷെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല, സ്റ്റിൽ രാവിലെ ആയ പ്രതീതിയുണ്ട്. സോ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോയത് ഇരുട്ടുള്ളപ്പോൾ തന്നെ, ബട്ട് സ്റ്റിൽ മോർണിംഗ് ആണ്. അപ്പം വാസ്തവത്തിൽ അപ്പം യേശു ജീവിച്ചത് ഒരു പലസ്തീനിയൻ കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ ബേത്ലഹേം, യെരുശലേം, കഫർനഹൂം, ആ പ്രദേശങ്ങളിലൊക്കെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ ഈ ഒരു അവസ്ഥ ഉണ്ടായി. ഈ ഒരു 3 മണി 4 മണി അവസ്ഥയിലാണ് ഇരുട്ടുള്ളപ്പോൾ തന്നെ രാവിലെ. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ അവിടെ വായിക്കാൻ പറ്റുന്നത്, യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിപ്പാനായിട്ട് പോയി. അതിനുശേഷം ശിഷ്യന്മാർ വന്ന് അവനെ അന്വേഷിപ്പാനായിട്ട് അവിടെ വന്നു ചേർന്നു. അപ്പോൾ ശിഷ്യന്മാർ വന്നപ്പോൾ, നീ എവിടെയായിരുന്നു, ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് യേശു പറയാണ്, നമുക്ക് ഇനിയും ഊരുകളിലേക്ക് എന്ത് ചെയ്യാം, പോകാം. നമുക്ക് ദൈവത്തിന്റെ വചനവുമായി, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഊരുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഊരുകളിലേക്ക് പോകാനായിട്ട് പോകണമെങ്കിൽ ഈ ഇരുട്ടുള്ളപ്പോൾ ഒന്നും ഊരിപ്പോയി അവിടെ പോയി സുവിശേഷം പറയാനോ ആരോട് സംസാരിക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു ചില നിമിഷങ്ങൾക്ക് ശേഷമല്ല, മണിക്കൂറുകൾക്ക് ശേഷമാണ് ശിഷ്യന്മാരവിടെ വരുന്നത്. പക്ഷെ ആ 2 വാക്യം നമ്മൾ വായിച്ചപ്പോൾ, അതിരാവിലെ വളരെ ഇരുട്ടുള്ളപ്പോൾ യേശു നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിപ്പാനായിട്ട് പോയി, തന്റെ ശിഷ്യന്മാർ തന്നെ തിരക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ അടുത്ത് വന്ന് വാക്യം വായിച്ച് നമുക്ക് ഊരിലേക്ക് പോകാം. ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു സമയത്ത് തപ്പിത്തടഞ്ഞ് ആരും ഊരുകളിൽ പോകത്തില്ല. അപ്പൊ ഊരുകളിലേക്ക് പോകണമെങ്കിൽ
അവിടെ വളരെ സജീവമായ വെളിച്ചവും സജീവമായ ആക്ടിവിറ്റിയും, ആളുകളൊക്കെ വീട് തുറക്കാൻ പറ്റുന്ന സാഹചര്യവും, തെരുവുകളിലൊക്കെ കടകളും തെരുവുകളിലൊക്കെ വളരെ സജീവമാകേണ്ട ഒരു സ്ട്രീറ്റൊക്കെ ലൈവ് ആകേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പലസ്തീനിയൻ കോൺടെസ്റ്റിൽ ഒരു 8 o'clock അല്ലെങ്കിൽ ഒരു 7-8 o'clock ഒക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര ലൈവായി. അപ്പൊ നോക്കിക്കേ, യേശു എത്ര മാത്രം സമയം പ്രാർത്ഥനയിൽ ചെലവിട്ടു. ഓൾമോസ്റ്റ് അവേഴ്സ്. ഒരു 4 മണി ഇരുട്ടുള്ളപ്പോൾ ആണെങ്കിൽ പലസ്തീനിന്റെ ഒരു ജിയോഗ്രഫി വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും സമയം, ഒരു ദീർഘമായ 3-4 മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യേശു ഊരുകളിലേക്ക് പ്രവർത്തനം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു സീ വെൻ, എപ്പോഴാണ് ഇത് നടന്നിരുന്നത്, എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കമന്ററിയോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ നമുക്ക് ആ ബൈബിളിൽ നിന്ന് തന്നെ അത് സാധനം മനസ്സിലായി. കാരണം ഇരുട്ടുള്ളപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പോയി, ഊരുകളിലേക്ക് പോകുമ്പോൾ ഒരു കുറച്ചുകൂടെ പ്രാക്ടിക്കലി കുറച്ചുകൂടെ വെളിച്ചമൊക്കെ ഉണ്ടായ സമയത്തായിരിക്കും പോകുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു യേശു മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവിട്ടു. അപ്പോൾ കൃത്യമായി ദൈവത്തിന്റെ വചനം അങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ നമുക്ക് അതിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആഴത്തിൽ നമുക്ക് അതിന്റെ ദൈവാത്മാവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഴത്തിൽ വെളിപ്പെടുത്തി തരും. അപ്പോൾ അതിന് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു അനുസരിച്ചോ, നമ്മൾ കുഴിക്കുന്തോറുമാണ് എന്ത് ചെയ്യുന്നത്, കിണർ കുഴിക്കുന്തോറുമാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട്, അതിന്റെ വെള്ളം നമുക്ക് നല്ല തെളിവായ വെള്ളം വരുന്നത്. മണ്ടയ്ക്ക് 2 വെട്ട് വെട്ടിയിട്ട് വെള്ളം വരട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം വരത്തില്ല. സോ ഹൗ ലോങ് യു ഡിഗ് ഡൗൺ, അവിടെയാണ് ആത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇൻസ്പയർ ചെയ്ത് ദൈവാത്മാവ് തരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്, നമുക്ക് അതിന് മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മളൊരു പെരിഫറലി അങ്ങ് പോവുക, പെരിഫറലി നമ്മൾ അങ്ങ് സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് കിട്ടിയത്, അതാ പറയുന്നത്, നമ്മൾ അതങ്ങ് സ്ഥാപിക്കുകയാണ്. സോ ഹൗ ലോങ് നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുവോ, ദൈവത്തിന്റെ വചനം അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിൽ ഒത്തിരി ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ദൈവത്തിന്റെ വചനം ഡിസെക്ട് ചെയ്ത് പഠിക്കണം. യു മേ ബി നോയിങ് വാട്ട് ഈസ് ഡിസെക്റ്റിംഗ്. ഡിസെക്റ്റിംഗ് വളരെ വളരെ മൈന്യൂട്ടായിട്ട്, നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വെട്ടിപ്പറഞ്ഞ് എടുക്കുക അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇറച്ചി കണ്ടിരിക്കുന്നതാണോ ഡിസെക്ട് ചെയ്യുന്ന അതിൻ്റെ ടൂൾ വെച്ച് വളരെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം അത്ര സൂക്ഷ്മതയോടെ പഠിക്കുന്തോറും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവിന്റെ ആ ഒരു കവിഞ്ഞൊഴുക്ക, ദൈവാത്മാവിന്റെ ആ ഒരു നിറവ്, ആ വചനത്തിന്റെ ആഴം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വെളിപ്പെടുത്തും. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നിങ്ങൾ വചനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായിക്കോ. കർത്താവ് നമ്മളെ വചനം കൊണ്ട് നിറയ്ക്കും. വചനത്തിന്റെ ആഴങ്ങൾ, വെളിപ്പാട് കൊണ്ട് നമ്മളെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പെട്ടെന്ന് തൊട്ട് വൈ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് പറഞ്ഞത്. സോ വാട്ട്, വെൻ, വൈ, വെയർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. വൈ ഡിഡ് ഗോഡ് ഇൻക്ലൂഡ് ദിസ് ഇൻ ദ ബൈബിൾ? ഈ കാര്യം വേദപുസ്തകത്തിൽ എന്തുകൊണ്ട് ദൈവം പറഞ്ഞു? മറ്റു കാര്യങ്ങളൊന്നും പറയാതെ, മറ്റു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഇതെന്തുകൊണ്ട് ഇവിടെ പറയുന്നു, ഇതെന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ അത് മനസ്സിലാക്കാനായിട്ട്. സോ വൈ ഡിഡ് ഗോഡ് ഇൻക്ലൂഡ് ദിസ് ഇൻ ദ ബൈബിൾ? ഇങ്ങനൊരു കാര്യം ദൈവം എന്തുകൊണ്ട് ഇവിടെ സംസാരിക്കേണ്ടി വരുന്നു? ദൈവം എന്തുകൊണ്ട് ഇത് ഇവിടെ ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു? അല്ലെങ്കിൽ ഞാൻ ഇത് വായിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് അതിന് അർത്ഥമാക്കേണ്ടത്? എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഡിഫറൻസസ് ഇറ്റ് കുഡ് ബി മേക്ക് ഇഫ് ഐ അപ്ലൈ ഇൻ മൈ ലൈഫ്? ഇത് ഞാൻ വായിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നമ്മൾ അതിനോട്, എന്തുകൊണ്ട് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ട് ഇത്, വൈ ഷുഡ് ഐ റീഡ് ദിസ്, ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വരണം, ബൈബിളിൽ എന്തുകൊണ്ട് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ യേശുവിന്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇസ്രായേൽ ചരിത്രത്തിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു? ഇത് എനിക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പ്രാപിക്കാനായിട്ട് കഴിയും എന്നത് ചിന്തിക്കുമ്പോൾ ദൈവവചനം വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പ്രാരംഭത്തിൽ ഇപ്പോൾ പറഞ്ഞത്, സോ വി നീഡ് ടു ടോക്ക്, ദൈവവചനത്തോട്
ചോദ്യങ്ങൾ ചോദിക്കുക, സംസാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവേഷൻ. ആ ഒരു ദൈവവചന പഠനത്തിൽ ആ ഒറ്റ കാര്യം ഇത്രയും നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒബ്സർവ്, ഇതെല്ലാം ഒബ്സർവ് ചെയ്യുക. വാട്ട്, വെയർ, വൈ, വൺ, എന്തൊക്കെയാണ്, എന്തൊക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഒബ്സർവേഷൻ, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുക. രണ്ട്, ഇറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ. ഇനിയാണ് നമ്മുടെ വ്യാഖ്യാനം. ഇവിടെ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ളത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പ്രാപിക്കുക എന്നുള്ളത്. രണ്ട് രീതിയിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും ഒരു കുത്തിപ്രസംഗം, സാധാരണ നാട്ടിലൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് കുത്തിപ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ബൈബിൾ, ഞങ്ങളുടെ ചർച്ചിലെ പണ്ട് പേരൊന്നും പറയത്തില്ല, പണ്ട് ഒരു അപ്പച്ചനുണ്ട് ആ ചർച്ചിലെ, ഭയങ്കര ആക്റ്റീവ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുന്നത്, അവിടുത്തെ ഒരു പൈനിയർ ആയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ട്. അദ്ദേഹത്തിന് ആരോടെങ്കിലും എന്തെങ്കിലും അന്ന് പറയണമെങ്കിൽ ആ പ്രബോധനത്തിന്റെ ഒരു സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വാക്യം എവിടുന്നേലും കണ്ടുപിടിക്കും. എന്നിട്ട് ആ വാക്യം വെച്ചിട്ട് ആ ഒരാളോട് പറയാനുള്ള കാര്യം വാക്യത്തിലൂടെ എന്ത് ചെയ്യും, പ്രസംഗിക്കും, വെട്ടും. അപ്പോൾ ദൈവത്തിന്റെ വചനം തീർച്ചയായിട്ടും അത് ഗുണീകരണത്തിനുള്ളതാണ്, ശാസനത്തിനുള്ളതാണ്, അത് കറക്ഷനുള്ള വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരു പേഴ്സണൽ മോട്ടീവ്, ഒരു അജണ്ട സ്ഥാപിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ആശയം അതിലേക്ക് തിരികെ വെക്കാനുള്ളതല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത്. വചനത്തിനുള്ളിൽ നിന്ന് അത് സ്വയമേ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നതാണ് വ്യാഖ്യാനം. നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്ടം പറഞ്ഞ് അതിനകത്ത് തിരികെ വെക്കുന്നതല്ല വ്യാഖ്യാനം, മറിച്ച് അതിൽ നിന്ന് നമ്മളിലേക്ക് വരേണ്ടതാണ് ആ വ്യാഖ്യാനം. അപ്പോൾ ഇത്രയും ഒബ്സർവേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായ വ്യാഖ്യാനം, അതാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ വാക്ക് ഇപ്പോഴും പ്രസക്തമാകുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാനായി. സോ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ 2000 വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു സംഗതി ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് അതിനെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ ഒരു ആവർത്തന പുസ്തകമോ അല്ലെങ്കിൽ പ്രവചന പുസ്തകമോ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു സംഗതി, അന്നത്തെ ഒരു ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി അവിടെ പറഞ്ഞ കാര്യം ഇന്നും റെലവെന്റായി ലൈവായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, അത് എന്നിലേക്ക് ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് അത് വരുന്നത്. അപ്പോൾ 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷം മുമ്പ് എഴുതിയ ഒരു പത്രം കുറിപ്പ്, അത് ശരിയായി ഞാൻ അതിനെ എന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് വാസ്തവത്തിൽ യഥാർത്ഥമായ വ്യാഖ്യാനമായി മാറുന്നത്. അപ്പോൾ ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാലും ഇന്നും ലൈവായിട്ട് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിനകത്ത് ജീവനുണ്ട്. ആ ജീവൻ ശരിയായ നിലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുമ്പോഴാണ്. ആ ശരിയായ നിലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു ചാനലിൽ കൂടെ, അതിൻ്റെ ഒരു വഴിയിലൂടെ നാം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. അപ്പം വ്യാഖ്യാനത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞത് കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യം. ഇപ്പോൾ പൗലോസ് പറഞ്ഞു അരോബയ കുന്നിൽ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട്, ഏതൻസിൽ ചെന്നിട്ട് ഇത് അജ്ഞാത ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഒത്തിരി വിഷയങ്ങളുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എങ്ങനെ നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിലാക്കാം? പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം വായിക്കുന്ന ഒരു വാക്യം അടർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കത്തില്ല. ഒരു അധ്യായം വായിക്കണമെങ്കിൽ, ഒരു പുസ്തകം വായിക്കണമെങ്കിൽ അത് എൻ്റെ പുസ്തകം എന്താണ് പറയുന്നത് എന്ന് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരു വാക്യം അടർത്തിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉള്ള പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മറുപടി വരുമ്പോൾ ഇവിടെ ഇന്നതുപോലെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സ്ഥാപിക്കാനായിട്ട് ഒരു വാക്യം അവിടെ നിന്ന് അടർത്തി ഇവിടെ പ്ലേസ്. എന്നാൽ ആ വാക്യത്തിന് അതിൻ്റെതായ പശ്ചാത്തലമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയും സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ആർക്കും സഭയിൽ മിണ്ടാനും പാടില്ല, അവർക്ക് ആരും ഒന്നും മിണ്ടാനും പാടില്ല, അവരൊന്നും സംസാരിക്കരുത്, അവർക്കൊരു റോളുമില്ല, അവരെ മൊത്തത്തിലെ ഒഴിവാക്കി നിർത്തണം എന്നാണോ അതിന്റെ വ്യാഖ്യാനം? അല്ല. അവിടെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്, അവിടെ ഒരു പ്രത്യേകമായ ഒരു പശ്ചാത്തലമുണ്ട്. പൗലോസ് പറയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ വിലയിരുത്തണമെങ്കിൽ അവിടെ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ വേദഭാഗം, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, ഇറ്റ്സ് നോട്ട് ട്രൈങ് ടു നിഗ്ലക്റ്റ് ഓർ അവോയ്ഡ് വിമൻ ഇൻ ദി
ഇൻ ദി ഡിഫറെന്റ് റോൾസ് ഓഫ് ദി ചർച്ച്. അപ്പം അവിടെ പൗലോസ് ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരിക വേണ്ട, ഇവിടെ ഇവിടെ സംസാരിച്ചു പോയേക്കരുത് എന്നല്ല. അവിടെ ഒരു 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 കൊമോഷൻ ഉണ്ടായി. അവിടെ ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രീക്ക് കൾച്ചറിൽ ഈ നമ്മുടെ കൂട്ട് സഹോദരിമാരുടെ സ്ഥലത്ത് സഹോദരന്മാരുടെ സ്ഥലത്ത് ഇങ്ങനല്ല. അത് ജൂയിഷ് കൾച്ചറിലാണ് അങ്ങനെ. ഗ്രീക്ക് കൾച്ചറിൽ മിക്സഡ് ആയിട്ടിരിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ അവിടെ കോൺഗ്രിഗേഷനിൽ അവിടെ പ്രസംഗിക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ പലപ്പോഴും എന്ത് ചെയ്യും, ഈ പുരുഷന്മാരെ ഈ പറഞ്ഞത് അവിടെ നിൽക്കുന്ന പാസ്റ്ററോ അപ്പോസ്തലനോ പറഞ്ഞ കാര്യം മനസ്സിലാകാതോ അതിന്റെ ഫർദർ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും എന്ത് ചെയ്യും, ഈ മർമറിയും ഇവിടെ ഇരുന്ന സ്ത്രീകൾ ഈ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ പുരുഷന്മാരോടോ അവിടെ ഇരിക്കുന്നവരോട് ഇവർ ചോദിക്കുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഒരു ഒരു ഡിസ്റ്റർബൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതൊരു വലിയ പ്രശ്നമായപ്പോൾ അത് പൗലോസിന്റെ ചെവിയിലേക്ക് എത്തി. പൗലോസിനോട് അവർ അറിയിക്കുന്നു ഈ വിഷയമുണ്ട്. പൗലോസ്, വി നീഡ് എ റെസ്പോൺസ് ഓൺ ദിസ്, ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു മറുപടി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇത് ചോദിക്കണം, ഇവിടെ ഇരുന്ന് സംസാരിക്കണം. ആ കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് പറഞ്ഞത് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ലീഗലൈസിങ് അല്ലെങ്കിൽ സാങ്ഷനിങ് ടു കർട്ടൈൽ ദി റോൾസ് ഓഫ് വിമൻ ഇൻ ദ ചർച്ച്. അപ്പോൾ അതല്ല. അപ്പം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് സ്ഥാപിക്കാൻ ശ്രമിക്കും. സോ എവറി വേഴ്സസ് ഹാസ് എ റിലേഷൻ ടു എവറി അതർ വേഴ്സസ്. ഒരു വാക്യത്തിന് മറ്റൊരു വാക്യവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒരു വാക്യം വായിക്കുമ്പോൾ അതിന് മുകളിലും താഴെയൊക്കെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ കോണ്ടെക്സ്റ്റ്. എന്താണ് കോണ്ടെക്സ്റ്റ്, അവിടെ എന്താണ് സംഭവിച്ചത്? പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ വ്യാഖ്യാനമൊക്കെ സത്യത്തിൽ ഇന്ന് ഈ പൗലോസോ പത്രോസോ എല്ലാം കേൾക്കുകയാണെന്നെങ്കിൽ അവർ എഴുന്നേറ്റ് വന്നിട്ട് തലയെ കൈവച്ചിട്ട് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒന്നും കരുതിയല്ല പറഞ്ഞത് എന്ന് അവര് ഇവിടെ നമ്മളെ മടല് വാരി നമ്മളെ ചിലപ്പോൾ അടിച്ചെന്ന് വന്നേക്കാം. കാരണം നമുക്ക് തോന്നിയതുപോലെ അങ്ങ് പറയുക. സോ വി ഹാവ് ടു വെരി ഫെയ്ത്ത്ഫുൾ ഇൻ ഇന്റർപ്രറ്റിംഗ് ദി ബൈബിൾ. നമ്മൾ ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ വളരെ കൃത്യമായി, എന്ന് പറഞ്ഞാൽ 100% വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പറയണം, കർത്താവേ തെറ്റായ ഒരു വ്യാഖ്യാനത്തിലേക്ക് എന്നെ ഗൈഡ് ചെയ്യരുത്, പരിശുദ്ധാത്മാവേ നീ എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് റിവീൽ ചെയ്യണമേ, നീ എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പകർന്നു തരണമേ, നീ എൻ്റെ ഉള്ളിലേക്ക് ശരിയായ നിലയിൽ സത്യദൈവ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ, പറയാൻ, ചിന്തിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശരിയായ വ്യാഖ്യാന തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ വി വിൽ ഹാവ് എ ഡിസ്റ്റോർട്ടഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് ലൈവ് ആകുന്നത്, നമ്മളിലേക്ക് വരുന്നത്. ഇന്ന് ഇതുപോലുള്ള ചില വാക്കുകളൊക്കെ വളരെ സമയമെടുത്ത് ധ്യാനിച്ച് പഠിച്ച് അതിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട്, നമുക്കൊരിക്കലും തെറ്റല്ല അതിൽ റിലേ ചെയ്യുന്നത് കൊണ്ട്. ബട്ട് വി വിൽ ബി വെരി കെയർഫുൾ. അത് ആരാണ്, എങ്ങനെയാണ്, ഉദ്ദേശിച്ചാണ് അത് പബ്ലിഷ് ചെയ്തേക്കുന്നതെന്ന് ഓർക്കണം. പക്ഷെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിശുദ്ധ വേദപുസ്തകം അല്ലാതെ വേറൊരു പുസ്തകം നമ്മൾ വായിക്കത്തില്ലെന്ന് നമ്മൾ ചിലർ ചടിക്കാറുണ്ട്. ഞാൻ ഈ പുസ്തകം അല്ലാതെ വേറൊരു പുസ്തകം വായിക്കുന്നത്. എന്നാൽ വളരെ ആഴത്തിൽ പ്രാർത്ഥനയോടെ ഇതൊക്കെ ധ്യാനിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഗഹനമായ ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച ദൈവദാസന്മാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. അവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് കിട്ടും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അതൊക്കെ ആ റിസോഴ്സസ് ഒക്കെ, റിലയബിൾ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരാനായി. ഇത് ബൈബിൾ സ്റ്റഡിയിൽ ഈ വ്യാഖ്യാനം ശരിയായി നടക്കണം. ലാസ്റ്റ് കാര്യം പറയാൻ വരുന്നത് ദാറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മളൊരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം സത്യത്തിൽ നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, ഇത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല. ഞാൻ പ്രഭാതത്തിൽ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരു എന്താ പറയുന്നത് പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, മറിച്ച് ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാനായിട്ട്. അവിടെ ഞാൻ എൻ്റെ തിയോളജിയോ എൻ്റെ എന്താ പറയുന്നത് പഠിച്ച ഡോക്ടറേറ്റോ ഇതൊന്നും ഞാൻ അവിടെ കൊണ്ടുവരത്തില്ല. ദൈവമേ, യു ജസ്റ്റ് ട്രൈ ടു സ്പീക്ക് ടു മീ. ഇവിടെ നിന്ന് ഞാനിത് വ്യാഖ്യാനിച്ചു, ഞാനിത് ഒബ്സർവ് ചെയ്തു, ഞാനിത്
എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ ഇതിനെ മനസ്സിലാക്കി. യു ജസ്റ്റ് ഹെൽപ്പ് മീ ടു അപ്ലൈ ഇൻ ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലേക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിയോ നമ്മുടെ ഇതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം, കർത്താവെ എൻ്റെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യണമേ, ദൈവമേ ഇത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇടയായി തരണം. സോ we should have an accurate interpretation to have an accurate application. ശരിയായ വ്യാഖ്യാനം കൊടുത്തെങ്കിൽ മാത്രമേ ശരിയായി അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഹൗ ടു റിലേറ്റ് ദിസ് ട്രൂത്ത് ടു മൈ ഫാമിലി ആൻഡ് ടു മീ. ഞാൻ ഈ വായിച്ചത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എങ്ങനെ പ്രയോജനപ്പെടാം, എങ്ങനെ ഇത് എനിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവരാം. പൗലോസിനോടോ പത്രോസിനോടോ എഫെസ്യ സഭയോടോ ലവോദിക്യ സഭയോടോ ഫിലദൽഫിയ സഭയോടോ ഏതെങ്കിലും സഭയോട് പറഞ്ഞത് ഇറ്റ്സ് ഫോർ മീ, അത് എനിക്ക് കൂടിയാണ്, അത് എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. സോ ആ ആപ്ലിക്കേഷൻ ലെവലിൽ സംഭവിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ദൈവവചന പഠനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിൻ്റെ ആഴം അത് വർദ്ധിക്കുകയാണ്. സോ ദർ ഷുഡ് ബി ആൻ ആപ്ലിക്കേഷൻ ഫോർ വാട്ട് വി റീഡ് ആൻഡ് വാട്ട് വി സ്റ്റഡി. അപ്പോൾ ഒബ്സർവേഷൻ, interpretation, and finally application. നമ്മൾ മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് വി റീഡ്. നമ്മൾ അവിടെ നമ്മുടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യേണ്ടത്, അവിടെ നമ്മുടെ ജ്ഞാനമല്ല വർക്ക് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനത്തോടെ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുക. കർത്താവേ എന്നോട് സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ഒത്തിരി പ്രിവിലേജസ് ഉള്ളത്, എനിക്ക് ഒത്തിരി സമയം നാട്ടിലിനേക്കാട്ടി കൂടുതൽ സമയം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും സമയം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പതിവായി പ്രസംഗിക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ ഒരു പുതിയ ഒരു പേഴ്സണൽ എൻകൗണ്ടർ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞാനിത് വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട് പലയിടത്ത്. പക്ഷെങ്കിൽ ഇത് ഒരു ന്യൂ ഒരു എനർജി. അതാണ് പ്രിയപ്പെട്ടവർ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ദൈവവചനത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കോരിയാൽ തീരാത്ത ഒരു കിണറാണ്, ഒരിക്കലും ഇത് വറ്റിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം തന്നെ 100 പ്രൈസ് ദി ലോർഡ് ജീവനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരാനായിട്ട് കഴിയും. ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് എന്താ പറയുന്നത്, ഒരു 100 കണക്കിന് ജീവനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. സോ ദൈവത്തിന്റെ വചനം ഈ നമ്മൾ വായിച്ചതും ഒബ്സർവ് ചെയ്തതും ഇന്റർപ്രറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. അത് കേവലം മനസ്സിലാക്കി എന്നോട് സംസാരിച്ചു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്നല്ല. ലെറ്റ് മീ പ്രാക്ടീസ്. അത് എൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. അതെൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. സോ ഇതാണ് വാസ്തവത്തിൽ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് പല ക്രമീകരണങ്ങൾ നമുക്കുണ്ടെങ്കിലും വാസ്തവത്തിൽ ദിസ് ഈസ് ഓൾ എന്താ പറയുക, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ദൈവവചന സ്റ്റഡി ഇതാണ് സംഭവിക്കേണ്ടത്. ഇത് സംഭവിക്കുമ്പോഴാണ് വചനം നമ്മളെ ബിൽഡ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുമ്പോഴാണ് വചനം നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത് സംഭവിക്കുമ്പോഴാണ് വചനത്തിലുള്ള നവചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ഒരുപക്ഷെ ഞാൻ അടുത്ത ആഴ്ച മുതൽ ഒരു പോർഷൻ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടാകും. അത് ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ ഈ ഈവനിങ് ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അതിങ്ങനെ പോകും. എന്നാൽ ഇത് ഒരു പേഴ്സണൽ എലമെന്റ് ആണ്, ഒരു പേഴ്സണൽ പ്രാക്ടീസാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒത്തിരി ധന്യമാണ്. എൻ്റെ സമയം മുമ്പിൽ പോവുകയാണ്. സോ മേ ബി സം ഓഫ് കുട്ടികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ഒരു ഏരിയാസ് പറയും. ഇത് നിങ്ങൾക്കൊന്ന് കുറിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇതെല്ലാം വായിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫോളോ ചെയ്യാം. ഈസ് ദർ എനി എക്സാമ്പിൾ ടു ഫോളോ? ഞാൻ ഈ മെഡിറ്റേറ്റ് ചെയ്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അനുകരിക്കാനായിട്ട് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഐ ജസ്റ്റ് റെക്കമെൻഡ് എവറി ചിൽഡ്രൻ ടു നോട്ട് ദിസ് വൺ. യു ക്യാൻ ആസ്ക് സം തിങ് വെൻ യു അപ്ലൈ ദ വേർഡ്സ് ടു യുവർ ലൈഫ്. ഈസ് ദർ എനി എക്സാമ്പിൾ ടു ഫോളോ? ഈസ് ദർ എനി സിൻ ദാറ്റ് ഐ ഷുഡ് അവോയ്ഡ്? ഇത് ഞാൻ വായിച്ചപ്പോൾ ധ്യാനിക്കുമ്പോൾ എന്നിലൊരു പാപം ഇത് തെളിവാക്കി തരുന്നു, അല്ലെങ്കിൽ എന്നിലെ ഒരു പാപം ഇത് വെളിപ്പെടുത്തുന്നു.
ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് എന്നിലെ ഒരു കുറവ് കണ്ടെത്താൻ കഴിഞ്ഞു. സോ ലെറ്റ് മീ അവോയ്ഡ് ദാറ്റ് സിൻ. സോ അതാണ് ആപ്ലിക്കേഷൻ സംഭവിക്കുന്ന ഒരു കാര്യം. ഈസ് ദർ എനി പ്രോമിസ് ടു ക്ലെയിം? ഇത് വായിച്ചപ്പോൾ ഇത് വായിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ ഒരു വാഗ്ദത്തം എൻ്റെ മുന്നിലേക്ക് വെളിപ്പെടുകയാണ്. സോ ഐ ഷുഡ് ക്ലെയിം ദാറ്റ് പ്രോമിസ്. ആ പ്രോമിസിനെ ഞാൻ മുറുകെ പിടിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരുന്നപ്പോൾ ഈ പ്രശ്നത്തിന്റെ മുന്നിൽ ദൈവം ഒരു വാഗ്ദത്തം എനിക്ക് തരികയാണ്. ഈസ് ദർ എനി പ്രോമിസ് ദാറ്റ് ടു ക്ലെയിം? ഈസ് ദർ ഇൻ കമാൻഡ് ടു ഒബേ? ഇവിടെ ദൈവം എന്തെങ്കിലും എന്നോട് കമാൻഡ് ചെയ്യുന്നുണ്ട്. യു ഷുഡ് ഡു ലൈക്ക് ദിസ്, യു ഷുഡ് നോട്ട് ഡു ദിസ് എന്ന് എന്തെങ്കിലും ഒരു കമാൻഡ് ദൈവം എന്നോട് പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഈസ് ദർ എനി ഡിസിഷൻ ടു മേക്ക്? ഇത് വായിച്ച് ധ്യാനിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ദൈവാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈസ് ദർ എനി ചലഞ്ച് ടു ഫോളോ? ഇത് ഞാൻ വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി ദൈവവചനം പഠിച്ചപ്പോൾ എൻ്റെ മുന്നിലൊരു വെല്ലുവിളി ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നു. സോ ദീസ് ആർ സം ഓഫ് ദി പോയിന്റേഴ്സ്. ഈ ദൈവവചനത്തിന്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതാണ് ഈ പോയിന്റേഴ്സ് നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഏബിൾ ടു നാവിഗേറ്റ് ആ കൃത്യമായ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയും. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഞാൻ പിൻപറ്റേണ്ട എന്തെങ്കിലും മാതൃക ഈ ദൈവവചനം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ? ഈസ് ദർ എനി സിൻ? ഏതെങ്കിലും ഒരു പാപം എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ജീവിതത്തിലെ പാപം വെളിപ്പെടുത്തുന്നുണ്ടോ? ഈസ് ദർ എനി പ്രോമിസ് ടു ക്ലെയിം? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തം മുറുകെ പിടിക്കാനായിട്ട് ഈ വചനങ്ങൾ എന്നെ ഓർപ്പിക്കുന്നുണ്ട്. ഈസ് ദർ എനി കമാൻഡ് ടു ഒബേ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അനുഷ്ഠിക്കാനായിട്ട് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഈസ് ദർ എനി ഡിസിഷൻ ടു മേക്ക്? എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടോ? ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റേഴ്സ് യു ക്യാൻ അപ്ലൈ ഇൻ ദി ആപ്ലിക്കേഷൻ ലെവൽ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായി കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ലെറ്റ് മീ ഷെയർ ദിസ് ഫോർ നോട്ട് ഓൺലി ഫോർ ചിൽഡ്രൻ, ഫോർ എവ്രി വൺ. മേക്ക് എ റുട്ടീൻ ഓഫ് ബൈബിൾ സ്റ്റഡി. മേക്ക് എ ഡിസിഷൻ ടു മേക്ക് എ റെഗുലർ ബൈബിൾ സ്റ്റഡി. എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മളൊരു പോർഷനിൽ വായിച്ച് തീർക്കുന്നതല്ല. അത് പോക്കോട്ടെ, അതൊക്കെ ആ സാധനങ്ങളൊക്കെ ചെയ്തോട്ടെ. ബട്ട് വെരി പേഴ്സണലായിട്ട് സ്റ്റഡി 15 minutes എ ഡേ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഒന്ന് പഠിക്കാനായി, വിത്ത് എ ബുക്ക്, വിത്ത് എ നോട്ട്സ്, പേഴ്സണൽ പ്ലാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ്, ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് വി ക്യാൻ ഹാവ്. നമ്മുടേതായ സെയിം പിയർ ഗ്രൂപ്പ്സ്, പിയർ ആൾക്കാരുടെ ഇടയിൽ തന്നെ വി ക്യാൻ ഫോം എ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്. അവിടെ വി ക്യാൻ റിഫ്ലക്ട് ഓഫ്, ഒത്തിരി തിയോളജി പറയാനല്ല, ജസ്റ്റ് വാട്ട് ഗോഡ് ഹാസ് സ്പോക്ക് ടു മീ. സോ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ്. സോ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഷെയർ യു ആസ് എൻ ഇൻട്രഡക്ടറി ലെവൽ ഓഫ് ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ ഇൻ ഇറ്റ്സ് വർക്ക്. ഏറ്റവും നന്നായി എങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടാനായി കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ for some it may be very common, അല്ലെങ്കിൽ you might have heard all these things, but I believe some of you may have had, God has really enabling you to go into the deeper level of the Bible or the deeper level of the scripture. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പിശാച് ഇന്ന് നമ്മുടെ മുന്നിൽ വെക്കുന്ന വെല്ലുവിളി അത് തന്നെയാണ്. യു ഡോണ്ട് സ്റ്റഡി ബൈബിൾ. നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കരുത്. യു ക്യാൻ റീഡ്, യു ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പൊക്കോ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന വായിച്ചോ, സങ്കീർത്തനം വായിച്ചോ, എന്തെങ്കിലും വായിച്ചു മാറ്റി ഇങ്ങനെ പൊക്കോ. ബട്ട് ഡോണ്ട് സ്റ്റഡി. പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. പഠിച്ചാൽ, അല്ലെങ്കിൽ ആഴത്തിലേക്ക് വചനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ there will be some transformation. ആഴത്തിലേക്ക് ഇറങ്ങിയാൽ, വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി തപ്പിയാൽ നമ്മളിൽ രൂപാന്തരങ്ങൾ ഉണ്ടാവും. അത് പിശാചിന് ഇഷ്ടമല്ല. രൂപാന്തരം ഉണ്ടായി നമ്മൾ രക്ഷപ്പെട്ടു, അത് പിശാചിന് ഇഷ്ടമല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കാനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനായി നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ മുമ്പിലെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയംഗമായി പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ എൻ്റെ വെരി ബിസി ഷെഡ്യൂളിൽ, എനിക്കറിയാം ഈ ഒരു ദുബായ് പട്ടണത്തിൽ നിങ്ങൾക്ക് സമയം ഒട്ടുമില്ല. സമയം 24 മണിക്കൂർ ചിലപ്പോൾ തികയുന്നില്ല. ബട്ട് ട്രൈ ടു ഗെറ്റ് സം ടൈം ടു ടോക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് വളരെ ഹൃദയംഗമായി സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അവിടെ ദൈവത്തിന്റെ വചനമായിരിക്കട്ടെ നമ്മളോട് ഇടപെടാനുള്ള ടൂൾ. ദൈവത്തിന്റെ ഒരു പ്രവാചകനോ നിങ്ങളുടെ തലയിൽ കൈവച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇഫ് സംബഡി കംസ്,
ഇറ്റ് ഈസ് ഓക്കെ. അത് അങ്ങനെ സംഭവിക്കട്ടെ. ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ആരെങ്കിലും നമ്മളോട് പ്രവചനം പറഞ്ഞാൽ ഡു നോട്ട് ഹെസിറ്റേറ്റ്, അത് റിസീവ് ചെയ്യുക. എന്നാൽ അതിനേക്കാട്ടുപരി കർത്താവ് എന്നും ദൈവമേ എന്നോട് സംസാരിക്കാനായി, എന്നും എന്നോട് ഇടപെടാനായിട്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമേ. അതിനായി എൻ്റെ ഹൃദയങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നെന്ന് ഈ രാത്രികാലം നമുക്കത് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി ദൈവം സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.